ഈ ബാർക്കോഴ കേസിൽ VM സുധീറിന്റെ നിലപാടുകളോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ KPC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അന്നേരത്തെ നിലപാടിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അദ്ദേഹം ഗവൺമെൻറ്റിനെ ശരിക്കും തൊട്ടതിനും പിടിച്ചതിനും ആ ഗവൺമെൻറ് ശ്വാസം മുട്ടിക്കുകയായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അതിശക്തമായ നിലപാട് കൊണ്ടാണ് ഞാനിന്ന് സ്ഥാനാർത്ഥിയായത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് സീറ്റില്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാനില്ല എന്നൊരു നിലപാടെടുത്തു. ആ ശ്രീ ഉമ്മൻചാണ്ടി ഒരു ദിവസം എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് ഒരു പേനയും കടലാസും കൊടുത്തു. എന്നോട് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. പിറ്റേ ദിവസം UDF യോഗം. അന്ന് മന്ത്രി KC ജോസഫും ഞാനും ഉണ്ടായിരുന്നു. അതിനകത്തൊരു കംപ്ലീറ്റ് ബാറുകൾ അടച്ചുപൂട്ടാൻ ഉള്ള തീരുമാനം. അന്ന് UDF യോഗം ചേർന്നപ്പോൾ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഈ പേപ്പർ എടുത്ത് അങ്ങോട്ട് വായിച്ചു. ആർക്കും മിണ്ടാൻ പറ്റാതെയായി. അങ്ങനെ ബാറുകൾ പൂട്ടിയ പശ്ചാത്തലം അതാണ്. ആർക്കും പൂട്ടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഇതാരും പ്രതീക്ഷിച്ചില്ല. ഇദ്ദേഹം പറയുകയാണ് ഞാൻ നിയമമന്ത്രി, ഐ ആം ദ ലോ മിനിസ്റ്റർ, ഞാൻ ഈ ഫയൽ കണ്ടിട്ടില്ല, കാണണം. അപ്പം ഞാൻ ക്ഷോഭിച്ചത് എന്നാൽ മാണി സാറ് കണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹം പറയാണ് എനിക്ക് കുഴപ്പമില്ല ഇത് പുതുക്കി കൊടുക്കാൻ. അപ്പോൾ ആ ഫയൽ അദ്ദേഹം കണ്ടില്ല, അദ്ദേഹം ടൂറിലാണ്. എനിക്കൊരു കല്യാണക്കുറി തന്നാൽ അവരെന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ പോയില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. കല്യാണ ദിവസങ്ങളിലും രാത്രിയൊക്കെ വളരെ ലേറ്റായിട്ടൊക്കെ പോകാറുണ്ടായിരുന്നു. ഞാൻ ഈ രാത്രി കാലങ്ങളിൽ കല്യാണ വീടുകളിൽ ചെന്ന് വധുവരന്മാരുടെ രസച്ചരട് മുറിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ശരിയല്ല. പിന്നെ ഞാൻ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ കല്യാണ പോക്ക് നിർത്തി. അങ്കമാലി 1991 തൃപ്പൂണിത്തുറ എത്തി. കമ്മ്യൂണിസ്റ്റ് കോട്ട പിടിച്ചടക്കി ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി MM ലോറൻസിനെ പരാജയപ്പെടുത്തി MLA ആയി. അതിനുശേഷം 7 തവണ മത്സരിച്ച് 6 തവണ MLA ആയി. ഇത്തവണ ജയിക്കാമായിരുന്നിട്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി. രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ മാന്യമായ റിട്ടയർമെൻറ്റ് സ്വയം പ്രഖ്യാപിച്ച് ബാബു. യഥാർത്ഥത്തിൽ ഈ തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞത് സ്വപ്നത്തിൽ പോലും ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു. അഥവാ മത്സരിച്ച് തോക്കാനാണെങ്കിലും വടക്കേക്കര നിയോജകമണ്ഡലത്തിൽ നിന്ന്, അത് അങ്കമാലിയോട് ചേർന്നുള്ള സ്ഥലമാണ്. മാത്രം അന്നത്തെ ആ നിയോജകമണ്ഡലത്തിൻ്റെ 4-5 പഞ്ചായത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്കമാലി തന്നെയാണ്. എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. അപ്പം ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തോൽക്കാനാണെങ്കിൽ വടക്കേക്കര തന്നാൽ മതി, ജയിക്കാനാണെങ്കിൽ എനിക്ക് അന്നത്തെ പള്ളുരുത്തി തരാൻ പറഞ്ഞു. പള്ളുരുത്തി അന്ന് LDFൻ്റെ സീറ്റ് തന്നെയാണ്, പക്ഷെ എന്നാലും അത് തരാൻ പറ്റും. ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നും എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ CPM കോട്ടയാണ്. കോൺഗ്രസ്സിന് ഏറ്റവും ദുർബലമായ സംഘടനാ സംവിധാനമുള്ള സ്ഥലവുമാണ്. അങ്ങനെ 91 ഒരു ദിവസം സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് പാർലമെൻ്ററി ബോർഡ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബഹുമാനായ ശ്രീ AK ആൻ്റണി എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു തൃപ്പൂണിത്തുറയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്, പോയി നോക്ക്, വേറെ ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. CPMഉം LDF സ്ഥാനാർത്ഥിയും എന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെ കണക്കാക്കിയിരുന്നില്ല. ഞാനൊരു പയ്യൻ ജയിക്കാനൊന്നും അതുപോലൊരു സംവിധാനം അവർക്കുണ്ട്, സാധ്യതയൊന്നുമില്ല. MM ലോറൻസ് പോലും ഒരു പയ്യൻ എന്ന് വിശേഷിപ്പിച്ചു. അതെ, അത് ഞാൻ പറയാം, കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. 2 സന്ദർഭത്തിൽ ഞങ്ങൾ നേരിട്ട് കണ്ടുമുട്ടി ആ തെരഞ്ഞെടുപ്പ് സമയത്ത്. ഒന്ന്, ഞാൻ നോമിനേഷൻ കൊടുത്ത് കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം മുകളിലോട്ട് കയറി വരിക. അപ്പോൾ ഞാൻ സഹിക്കാൻ ചെയ്തു. അപ്പോൾ പുള്ളി എന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പഴയ ഗവർണർ ശ്രീ KK വിശ്വനാഥൻ വക്കീലിൻ്റെ മകൻ മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഞങ്ങളെല്ലാം കൂടി നിൽക്കുക. അങ്ങനെ കൂടി നിൽക്കുമ്പോൾ ഇദ്ദേഹം ഈ MM ലോറൻസ് വന്നു. അദ്ദേഹത്തെ മോശമാക്കാൻ വേണ്ടി പറയാനല്ല കേട്ടോ, അദ്ദേഹം മരിച്ച ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലത് വേറെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം അവിടെ വന്ന് എല്ലാവർക്കും കൈനീട്ടി, എനിക്ക് മാത്രം കൈ നീട്ടുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ കൈ നീട്ടി, എന്താ എനിക്ക് മാത്രം കൈ തരാതെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു
താനൊരു മൈനറല്ലേ എന്ന് പറഞ്ഞു. ഹാ ഹാ. അങ്ങനെയാണ് ആ. അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടം ചെല്ലും തോറും അപ്പം ഞാൻ രാപകൽ ഇവിടെ ഓട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രായവും അന്നത്തെ എൻ്റെ പ്രായവും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് വീടുകൾ കവർ ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഞാൻ രാപകൽ ഓട്ടമായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ കാലിൻ്റെ അടിഭാഗമെല്ലാം പൊട്ടി, തൊലിയെല്ലാം പോയി പഴുത്ത് വ്രണമായി കഴിഞ്ഞു. അത്രയധികം ഞാൻ വീടുകൾ കയറി. രാത്രി 2 മണിക്ക് പോലും അന്നത്തെ ചില മാധ്യമങ്ങളിലൊക്കെ ആ വാർത്ത വന്നിരുന്നു. ഞാൻ ഗ്യാസ് ലൈറ്റ്, മുമ്പിൽ ഒരാൾ ഗ്യാസ് ലൈറ്റ് തലയിൽ ചുമന്നുകൊണ്ട് പോകും, ഞങ്ങൾ പുറകെ വരും. എന്നിട്ട് ഇങ്ങനെ ഓരോ വീട്ടിലും ആളുകൾ വിളിക്കും. ഒരാൾ ഒരു വീട് വിളിക്കും, അടുത്തയാൾ അടുത്ത വീട് വിളിക്കും, ഞാൻ ഓരോ വീടും കയറി സഹായം അഭ്യർത്ഥിക്കും. ഏതായാലും അങ്ങനെ ആയിരക്കണക്കിന് വീടുകൾ കയറി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ശ്രീ രാജീവ് ഗാന്ധിയുടെ മരണമുണ്ടായി. ആ തെരഞ്ഞെടുപ്പ് 91 തെരഞ്ഞെടുപ്പിൽ വളരെ കൂടുതൽ ആളുകൾക്ക് വിജയിക്കാൻ ഒരു സാധ്യത തെളിഞ്ഞത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കൂടി ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ എനിക്ക് ജയിക്കുമെന്ന് നല്ല ബോധ്യമുണ്ടായി. ഒരു 1500 വോട്ടിനൊക്കെ ജയിക്കും എന്നുള്ള കണക്കൂട്ടലുണ്ടെന്ന് പല സുഹൃത്തുക്കളോടും ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ബെറ്റ് വെച്ചോ ജയിക്കും എന്നൊക്കെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വന്നപ്പോൾ അന്ന് മഹാരാജാസ് കോളേജിൽ വോട്ടെണ്ണൽ തുടങ്ങി. ഞങ്ങൾ വിചാരിക്കാത്ത കേന്ദ്രങ്ങളിലെല്ലാം CPM അപ്രമാദിത്വമുള്ള കേന്ദ്രങ്ങളിലെല്ലാം എനിക്ക് നല്ല ലീഡ് വരികയാണ്. അവസാനം ഉദയംപേരൂർ പഞ്ചായത്ത് ആണ് ഇവിടുത്തെ വോട്ടെണ്ണൽ. അന്ന് തുടങ്ങുന്നത് ചേരാനല്ലൂർ പഞ്ചായത്തിലെ ചിറ്റൂരിൽ നിന്നാണ്, അവസാനിക്കുന്നത് ഉദയംപേരൂർ പഞ്ചായത്തിലെ പൂത്തോട്ടയാണ്. ഈ അവസാനം ഞാനൊരു 6000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം എത്തിയിട്ടും ML ലോറൻസ് പോകുന്നില്ല. ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടർമാരും ഒക്കെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളെന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, വരട്ടെ, ഉദയംപേരൂരും കൂടി എണ്ണാനും ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ഉദയംപേരൂർ CPM കോട്ടയും കൂടെ ഭയങ്കര കോട്ടയാണ് അവർക്ക്. അതിന് തൊട്ട് മുമ്പ് ഇലക്ഷൻ എനിക്കൊന്നും 6000 വോട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് 6000 വോട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അവരുടെ മെജോറിറ്റി 1600 കുറഞ്ഞു. അങ്ങനെ ഏകദേശം 1550 വോട്ടുകൾക്ക് മറ്റോ ഞാൻ ജയിച്ചു. അന്ന് ഞാനൊരു ജയൻ കില്ലർ എന്നുള്ള നിലയിലാണ് അറിയപ്പെട്ടത്. 1991 ആ വിജയം, അന്ന് കയറിയ വീടുകൾ പിന്നീട് 2011 വരെ കൂടെ നിന്നു. ഒരു കെ ബാബു ശൈലി ഉണ്ടാക്കിയെടുത്തു. കാരണം മരണമായാലും കല്യാണമായാലും ജന്മദിനമായാലും ബാബുവിൻ്റെ സാന്നിധ്യം തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു. അത് അന്ന് കിട്ടിയ എനർജിയിൽ നിന്നാണോ ഉണ്ടായത്? അല്ല, എൻ്റെ ഒരു ഒരു കണക്കിൽ കൗതുകത്തിൽ കല്യാണ ബാബു. അതെ എൻ്റെ ഒരു സ്പോൺസർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ആള് കേന്ദ്രമന്ത്രിയായിരുന്ന AC ജോർജാണ്. അദ്ദേഹം പഴയ സ്പീക്കറായിരുന്ന AC ജോസിൻ്റെ ചേട്ടനാണ്. അദ്ദേഹം 67 അങ്കമാലിൽ സ്ഥാനാർത്ഥിയായി വന്നു അസംബ്ലിയിൽ. അന്ന് മുതൽ എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അദ്ദേഹം സ്വന്തം മകനെ പോലെയാണ് എന്നോട് പെരുമാറിയിരുന്നതും എന്നെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആണ് പരിശീലിച്ചത് തുടക്കത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അതായിരുന്നു. അദ്ദേഹം അന്ന് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സൗകര്യമൊന്നുമില്ല. എന്നാലിപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു കാർഡിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ മീറ്റിംഗ് സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടാവും. ഞാൻ 71 പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം 70 ശ്രീ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു. പിന്നീട് പാർലമെൻറ്റ് പിരിച്ചുവിട്ട് 71 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ. അന്ന് ഞാൻ 71 ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹം വിളിച്ചാണ് ഡൽഹിക്ക് പോയി. അപ്പോൾ വൈകുന്നേരം പകലൊക്കെ ഞാൻ ഡൽഹിയിൽ ഇങ്ങനെ കറങ്ങും, അദ്ദേഹം പാർലമെൻറ്റിൽ പോകും. വൈകുന്നേരം ഞാൻ INS ബിൽഡിങ്ങിൽ പോകും, നമ്മുടെ പത്രാഫീസുകളൊക്കെ ഉള്ള സ്ഥലം. അവിടെ നിന്ന് പിന്നെ ഒരുമിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, അന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമാണ്, ഈ ഡൽഹിയിൽ പാൻ കച്ചവടക്കാർ അദ്ദേഹം മുറുക്കും. എല്ലാ പാൻ കച്ചവടക്കാരെയും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തെ അറിയും. കാരണം എല്ലാവരുമായിട്ടും അദ്ദേഹം വളരെ നല്ല ബന്ധമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ശൈലിയാണ് ഞാൻ രൂപപ്പെടുത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ
രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടും വീടുകളുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തന ശൈലിയാണ് ആവിഷ്കരിച്ചത്. ഓക്കെ. അവസാനമാകുമ്പോഴേക്കും യഥാർത്ഥം പറഞ്ഞാൽ ഈ തൃപ്പൂണിത്തുറയിലെ ഓരോ കുടുംബവും ഞാനുമായിട്ട് വളരെ കൂടുതൽ ബന്ധപ്പെട്ട കുടുംബങ്ങളാണ്. എനിക്ക് ഈ നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ കുടുംബം. ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ ആളുകളും എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയായിരുന്നു. അല്ലാതെ ഞാൻ അങ്ങോട്ട് ഒരു നാട്യമായിട്ട് അവർക്ക് ഇങ്ങോട്ടും. ഒരു വീട്ടിൽ ഞാൻ മരണത്തിൽ പോണതിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു വീട്ടിലൊരു മരണം ഉണ്ടായാൽ, മരണം സംഭവിച്ചാൽ എന്നെ ആദ്യം അവിടെ നിന്ന് അറിയിക്കുന്നത് അവിടുത്തെ ആ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കും. മകള് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു എന്ന് മകൾ അല്ലെങ്കിൽ മകൻ എന്നെ അറിയിക്കും, അല്ലെങ്കിൽ അമ്മ മരിച്ചു. തീർച്ചയായിട്ടും അവരെന്നെ പ്രതീക്ഷിക്കും, ഞാൻ പോകും. അതുപോലെ കല്യാണങ്ങൾ ഇന്നത്തെ പോലെ വാട്സാപ്പിൽ അയക്കുകയല്ല, എല്ലാം കുറികൾ തരും, ഇൻവിറ്റേഷൻ തരും. അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നത്, എനിക്കൊരു കല്യാണക്കുറി തന്നാൽ അവരെന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ പോയില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ എത്ര ദിവസം വൈകിയാലും ഞാൻ ആ വീട്ടിൽ പോകും. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നിയമസഭ നടക്കുന്ന സമയമാണ്, ഞാൻ വന്നാൽ ആ ദിവസങ്ങളിലുണ്ടായ മരണ വീടുകളിലെല്ലാം ഞാൻ പോകും. അതുപോലെ കല്യാണ വീടുകളിലെല്ലാം ഞാൻ പോകും. തിരുവനന്തപുരത്ത് പോകുമ്പോഴാണെങ്കിൽ രാത്രി, അന്ന് ഞങ്ങളൊക്കെ ട്രെയിനിൽ പോകുന്നു, 1 മണിക്ക് ഇവിടെ എത്തുന്ന കണ്ണൂർ എന്ന് വരുന്ന ഒരു ട്രെയിനാണ്, 48 എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേര്. ആ ട്രെയിനിൽ കയറാനുള്ള സമയം ഒഴിച്ച് മുഴുവൻ സമയവും തലേ ദിവസം ഞാൻ വീടുകളിൽ കയറും. കല്യാണ ദിവസങ്ങളിലും രാത്രിയൊക്കെ വളരെ ലേറ്റായിട്ടൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഈ 96 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഓരോ MLA-മാരുടെ ശൈലിയെക്കുറിച്ച്, കേരളത്തിലെ മൊത്തം MLA-മാരെക്കുറിച്ച് ഉള്ള ഒരു അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മനോരമ ന്യൂസിലെ ന്യൂസ് എഡിറ്റർ ജോണി ലൂക്കോസ് മനോരമ പത്രത്തിലുള്ള ലേഖനം എഴുതി. അന്ന് ജോണി ലൂക്കോസ് തിരുവനന്തപുരത്താണ്. അതിനകത്ത് പറഞ്ഞു, ഞാൻ ഈ രാത്രി കാലങ്ങളിൽ കല്യാണ വീടുകളിൽ ചെന്ന് വധുവരന്മാരുടെ രസച്ചരട് മുറിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ശരിയല്ല. പിന്നെ ഞാൻ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ കല്യാണ വീടുകളിൽ പോക്ക് നിർത്തി. അല്ലെങ്കിൽ ഞാൻ 11 മണിക്കൊക്കെ പോകും. ചിലപ്പോൾ വീടുകളിൽ ചെല്ലുമ്പോൾ വധുവരന്മാർ ഉറങ്ങി കാണും. അപ്പം ഞാൻ പറഞ്ഞു വിളിക്കണ്ട. ഞാൻ വൈകി ചെന്നാൽ കാറ് ദൂരെ നിർത്തി പതുങ്ങിയേ ചെല്ലുള്ളൂ. കാറിൻ്റെ ഒച്ച കേട്ട് ആർക്കും ശരി. അപ്പോൾ ഉറങ്ങി വീടുകളിലൊക്കെ ലൈറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ മടങ്ങി പോരും. അങ്ങനെയൊക്കെ ആയിരുന്നു. 96 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇവിടെ എല്ലാം CPM-കാർ ബോർഡ് വെച്ചു. ഈ കല്യാണ വീടുകളിലും മരണ വീടുകളിലും പോകുന്നത് മാത്രമല്ല കേട്ടോ. ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ 91 മുതൽ തന്നെ ഒരുപാട് വികസന കാര്യങ്ങളിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എടുത്തു കാണിക്കത്തക്ക. അതൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അതായത് ഒരുപാട് കാര്യം. അപ്പോൾ ഞാൻ വികസന കാര്യങ്ങളും ശ്രദ്ധിച്ചു, ജനങ്ങളുമായി ചേർന്ന് നിൽക്കാനും ശ്രമിച്ചു. പല സ്ഥലങ്ങളിലും പോകുമ്പോഴെല്ലാം CPM-ൻ്റെ ബോർഡാണ്. ആ ബോർഡുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, കല്യാണ വീട്ടിൽ പോയത് ഇത്ര, മരണ വീടുകളിൽ പോയത് ഇത്ര, ചാത്തം ഇത്ര എന്ന് പറഞ്ഞ ബോർഡുകൾ എഴുതി വെച്ചിരിക്കുക. അതാണ് അവരുടെ എനിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു. അപ്പം ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കും. മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്തൊരു ശൈലിയല്ല എൻ്റെ. പാർട്ടിയുടെ ബന്ധം അന്ന് അവരൊന്നും പോകില്ലായിരുന്നു. ഞാൻ അന്ന് ഇവിടെ വരുമ്പോൾ ഈ പാർട്ടിക്കാരും സ്വന്തം പാർട്ടിക്കാർ മരിച്ചാൽ പോലും പോകാറില്ല. ഞാൻ അവിടെയൊക്കെ പോകും. അതവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. അതിൽ അവരവിടെയൊക്കെ എഴുതി എല്ലാ കവലകളിലും ബോർഡ് വെച്ചു എന്നെ ആക്ഷേപിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഈ ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ, അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് ഇരിക്കണമുണ്ട്. ഞാൻ പ്രസംഗിച്ചു. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു വീട്ടിൽ തീണ്ടാരികുടിക്ക് എന്നെ വിളിച്ചാൽ ഞാൻ പോകും. ആ വീട്ടിലൊരു വലിയ ചടങ്ങാണെന്നെങ്കിൽ ഞാൻ പോകാനെന്താ തെറ്റ്, ഞാൻ പോകും എന്ന് പറഞ്ഞു. പിന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനമായപ്പോഴേക്കും ബോർഡുകളൊക്കെ എടുത്ത് മാറ്റി. പിന്നീട് CPM-കാരും പോകാൻ തുടങ്ങി. 91 2011 വരാം. ആദ്യമായി മന്ത്രിപദം കിട്ടുന്നു. 2011 എക്സൈസ് വകുപ്പ് ഏറ്റെടുത്ത കെ ബാബുവും അതിനു മുമ്പുള്ള കെ ബാബുവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയാൻ കഴിയും? അല്ല, 2011 ഞാൻ മന്ത്രിയാകുമ്പോൾ ആ സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണല്ലോ. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് എല്ലാവരും നല്ല വകുപ്പുകൾക്ക് വേണ്ടി പോയി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ
വീട്ടിൽ നിന്ന് തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു, പലരും വന്ന് കാണുന്നുണ്ട്, ഉമ്മൻചാണ്ടിയെ ഞാനൊന്ന് കാണുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അവരൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ അന്ന് കാണാൻ പോയി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആലപ്പുഴയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഡൽഹിയിൽ പോയി. തിരിച്ച് അദ്ദേഹം വന്നിട്ട് ഈ ആലപ്പുഴയിൽ നിന്ന് മാതൃഭൂമി ബ്യൂറോ ചീഫായിരുന്ന ജോയി മരിച്ചു. അപ്പോൾ അവിടെ വരുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി. അവിടെ നിന്ന് കായംകുളം വരെ, കായംകുളം റെസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ബാവയുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി അവരെ കയറ്റാൻ വേണ്ടി അവിടെ നിർത്തി. അവിടെ വരെ ഞാൻ യാത്ര ചെയ്തു. യാത്രയിലുടനീളം ഞാൻ പറഞ്ഞത്, എനിക്ക് ദയവായിട്ട് എക്സൈസ് വകുപ്പ് തരരുതെന്നാണ്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഞാനാണെങ്കിൽ ഒരിക്കലും മദ്യം ഇന്ന് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഒരു മദ്യവും ഞാൻ പുക വലിച്ചിട്ടില്ലാത്ത ആളാണ്. ഒരു ലഹരിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് ഈ വകുപ്പ് തരുന്നത്, അപ്പം തന്നെ ഈ വകുപ്പ് എടുത്താൽ തീർച്ചയായിട്ടും അത് അപകടമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അങ്ങനെ അപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞു, എക്സൈസ് വകുപ്പ് താൻ എടുക്കാതെ പറ്റില്ല, തനിക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും വകുപ്പ് തരാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഫോറസ്റ്റും കൂടി തരട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് താല്പര്യമില്ല, കാരണം എക്സൈസിലൂടെ ഫോറസ്റ്റും കൂടി കിട്ടിയാൽ പിന്നെ പൂർത്തിയായി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്തത് CK ആന്റണിയെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, വേറെ ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ആദ്യത്തെ കുറേ കാലം എക്സൈസ് വകുപ്പ് ഒരു പരാതിയില്ലാതെ, ഒരാക്ഷേപവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായി ഒപ്പിട്ടൊരു ഫയല് ബിവറേജ് കോർപ്പറേഷൻ തുടങ്ങാൻ തീരുമാനിച്ച, LDF ഗവൺമെൻറ് അതിനു മുമ്പ് തുടങ്ങാതിരുന്ന 14 ബിവറേജസ് ഔട്ട്ലെറ്റ് ഉണ്ട്. അത് തുടങ്ങേണ്ടതില്ല, നീഡ് നോട്ട് ബി സ്റ്റാർട്ടഡ് എന്നാണ് ഞാൻ ആ ഫയൽ ആദ്യമായിട്ട് എഴുതി. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു മദ്യം വർജനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫയലിൽ ആദ്യം ഒപ്പിടാവുന്ന, അതാണ് ഒപ്പിട്ടത്. അത് കഴിഞ്ഞ് ഈ നയങ്ങളൊക്കെ വന്നു. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്നുള്ളതോ, ഇപ്പോൾ CPM എന്തെല്ലാം മദ്യവ്യാപനം നടത്തുന്ന നടപടികൾ സ്വീകരിച്ചു. ഞങ്ങളുടെ കാലത്ത് 30 ബാർ ഉണ്ടായിരുന്ന ബാറുകൾ ഇപ്പോൾ 1000 അടച്ചുപൂട്ടിയ ബിവറേജ് എല്ലാം തുടങ്ങുന്നവരെ കേരളത്തിൽ പഞ്ചായത്ത് തോറും KSBC ഔട്ട്ലെറ്റുകളായി. എന്തിനാ മറ്റേ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ബാറുകൾ പോലും പുതുക്കി കൊടുത്തു. അപ്പോൾ സ്റ്റാർ ഫെസിലിറ്റി വരാന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പിന് ബാറുകൾ എത്ര ലിബറലാണ് മദ്യം ഒഴുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. എന്തെങ്കിലും ആക്ഷേപം CPM നിന്നുണ്ടായോ, LDF നിന്നുണ്ടായോ? ഉണ്ടാകില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാധിക്കില്ല. കോൺഗ്രസ്സിനകത്ത് കുറച്ച് ഹിപ്പോക്രസിയും ഉണ്ട്. ഈ എല്ലാവർക്കും ഒരേ നയമാണ് ഈ കാര്യത്തിൽ. എല്ലാവരും ഒരേ നയം പ്രഖ്യാപിക്കും. നമുക്ക് നയപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ബാറുകൾ അടച്ചുപൂട്ടിയ സമയത്താണ് ഒരു മദ്യ വ്യാപാരി, പേര് ഞാൻ പറയുന്നത്, ഒരു ബാർ ഹോട്ടൽ ഉടമ ഒരു ആരോപണം ഉന്നയിച്ചു. പക്ഷെ KM മാണി സാറിനെതിരായിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. അന്നൊന്നും എനിക്കെതിരായിട്ട് ആരോപണമില്ല. അന്ന് KM മാണി സാറിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. അപ്പം എന്നെക്കുറിച്ചാണ് ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ എന്നെക്കുറിച്ച് പറയുമല്ലോ. പറഞ്ഞിട്ടില്ല. പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ബാറുകളെല്ലാം പൂട്ടി തുറക്കാതെ ആയപ്പോൾ ഇവരെല്ലാവരും കൂടി ഇപ്പോഴത്തെ ഒരു CPM മന്ത്രിയുടെ, തിരുവനന്തപുരത്തുള്ളൊരു മന്ത്രിയുടെ വീട്ടിൽ പോയി ഈ ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ആളുകൾ, അന്നത്തെ CPMൻ്റെ ഒരു സംസ്ഥാന നേതാവുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഇതിൽ ഇദ്ദേഹം പറഞ്ഞു, ഈ 3 പേരിൽ പോയതിൽ ഒരാൾ നേരത്തെ പറഞ്ഞ മദ്യവ്യാപാരിയാണ്. അദ്ദേഹം പറഞ്ഞു, സാറേ ഞങ്ങളുടെ ബാറൊക്കെ തുറന്നു തരണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ മറുപടി, ബാറൊക്കെ തുറന്നു തരാം, നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെ വലിച്ച് താഴെ ഇടും, അതിനെന്ത് വേണമെന്ന് ചോദിച്ചു. കൂടുതൽ മന്ത്രിമാരുടെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ പറഞ്ഞു. അങ്ങനെ കൂടുതൽ മന്ത്രിമാരുടെ പേരിൽ ആരോപണം ഉന്നയിച്ചപ്പോഴാണ് എൻ്റെ പേരിലും രമേശ് ചെന്നിത്തലയുടെ പേരിലും VS ശിവകുമാറിൻ്റെ പേരിലും ഈ പറഞ്ഞ കക്ഷി ആരോപണം ഉന്നയിക്കുന്നത്. ഒരു ക്വിക്ക് എൻക്വയറി നടത്തി ഇദ്ദേഹത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. തൃശ്ശൂർ വിജിലൻസ് കോടതി ഒരു പരാമർശം നടത്തി. അന്ന് തന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്ത് രാജി എഴുതി കൊടുത്തു. കാലത്ത് ഞാൻ കളമശ്ശേരി മുട്ടത്ത് വെച്ച് ഈ മെട്രോ റെയിലിൻ്റെ ട്രയൽ റൺ നടക്കുന്ന സമയത്താണ് ഇത് അറിയണത്. ആ സ്റ്റേജിൽ വെച്ചാൽ
തിരിച്ചു വന്ന് ഞാൻ ഇവിടെ വന്ന് ഗസ്റ്റ് ഹൗസിൽ പോയി വേറൊരു വണ്ടിയിലാണ് പോയത്. വണ്ടി ഞാൻ അപ്പോഴേ വിട്ടു. ഗസ്റ്റ് ഹൗസിൽ രാജി എഴുതി കൊടുത്തു. 2016 ജനുവരി 23. ഞാൻ എഴുതി കൊടുത്തു. ഞാൻ ഒരു കുറച്ച് ദിവസം മന്ത്രി അല്ലാതെ തിരുവനന്തപുരത്ത് പോകാതെയും ഞാനിവിടെ കഴിച്ചു കൂട്ടി. പിന്നീട് ഹൈക്കോടതിയിൽ അതിൻ്റെ ഒരു റിവിഷൻ കൊടുത്തു. അപ്പോൾ ആ പരാമർശം ഹൈക്കോടതി നീക്കം ചെയ്തു. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു താൻ തിരിച്ചു വരണം. അപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ എ കെ ആന്റണി എന്നൊക്കെ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ നോ എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്രയേറെ എൻ്റെ വ്യക്തി ജീവിതവും എൻ്റെ പൊതുജീവിതവും അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞാൻ തിരിച്ചു വന്നു, വീണ്ടും മന്ത്രിയായി. എനിക്ക് അതിനിടയിൽ യാത്രയിപ്പൊക്കെ നൽകിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പോയി ചുമതല ഏറ്റെടുത്തു. പിന്നീടും ഞങ്ങളുടെ നയം കൂടുതൽ കർക്കശമാകുകയാണ്. ഞങ്ങൾ അപ്പോൾ ഈ അന്ന് ആക്ഷേപങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അവസാനം വന്ന് യു ഡി എഫിലെ ഘടകകക്ഷികളും ആരോപണം ഉന്നയിച്ചു തുടങ്ങി. ഏത് മദ്യവ്യാപനത്തിന് യാതൊരു തർക്കമില്ലാത്ത ആളുകൾ പരസ്യമായിട്ട് പറയുന്നത് എന്താ, ബാറെല്ലാം അടച്ചു പൂട്ടണം, ബാറെല്ലാം അടച്ചു പൂട്ടണം. ഇപ്പോൾ നേരത്തെ പരാമർശിക്കപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കാത്ത ഒരാൾ എന്നെയും ശ്രീ ഉമ്മൻചാണ്ടിയെ കാണുമ്പോഴെല്ലാം നമുക്കത് വേഗം തുറന്നു തുടങ്ങും പറയും. പക്ഷേ അദ്ദേഹം പരസ്യമായിട്ട് പറയുമ്പോൾ ഒരു ബാറെങ്കിലും പൂട്ടി അത്രയും നന്നായി എന്ന് പറയും. ഇങ്ങനെ ഒരു ഹിപ്പോക്രസിയാണ് എല്ലാവരും കാണിച്ചിരുന്നത്. ഒരു ദിവസം രാത്രി ഇങ്ങനെ മൂർച്ഛിച്ച് വരിക. അപ്പോൾ യു ഡി എഫിലെ ചില ഘടകകക്ഷികൾ ഈ കാര്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നിലപാട് എടുക്കും എന്ന് കരുതിയിരുന്ന ചില കക്ഷികളും അവരുടെ പത്രങ്ങളിലും പല എഡിറ്റോറിയലൊക്കെ വന്നു. മദ്യവ്യാപാരികളുടെ പണച്ചാക്കുകളിലാണ് സർക്കാരിൻ്റെ നോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്കും വലിയ പ്രയാസമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ വന്നു. അദ്ദേഹം ഓരോ പാർട്ടിയുടെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ ചില ആളുകളെല്ലാം പറഞ്ഞു ഞങ്ങൾ നിസ്സഹായരാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പം ഞങ്ങളുടെ ചില നേതാക്കന്മാരെല്ലാം ബിഷപ്പുമാരെ വിളിച്ച് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഞങ്ങളുടെ മദ്യനയത്തിൻ്റെ പോരായ്മ എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അന്ന് ഞങ്ങൾ ഏറ്റവും തീവ്രമായൊരു നിലപാടെടുത്തു മദ്യനയത്തിൻ്റെ കാര്യത്തിൽ. ബാറുകൾ മുഴുവൻ അടച്ചു പൂട്ടി, KSBC ഔട്ട്ലെറ്റുകളെല്ലാം പൂട്ടി. ഒരു കേരളത്തിൽ മദ്യമില്ലാത്തൊരു കേരളമാക്കാൻ ശ്രമിച്ചു. ഞാനാണെങ്കിൽ ആദ്യത്തെ ഈ ആക്ഷേപങ്ങളൊക്കെ വരുന്നവരെ ഏറ്റവും കൂടുതൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് നേതൃത്വം കൊടുത്തൊരു എക്സൈസ് മന്ത്രിയാണ്. സ്കൂളുകൾ, ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ ആരംഭിച്ചു. കേരളത്തിലെ ഏറ്റവും നല്ല മദ്യവർജന പ്രവർത്തകന് അവാർഡ് ഏർപ്പെടുത്തി. ജൂൺ 26 ലോക ലഹരി ദിനത്തിൻ്റെ അന്ന് അവധി പ്രഖ്യാപിച്ചു. ബാറുകൾ അടച്ചു പൂട്ടി, ബാറുകളുടെ സമയം വെട്ടിക്കുറച്ചു. ഇങ്ങനെ ഒരുപാട് മദ്യവർജമായി പൊരുത്തപ്പെട്ടു പോകുന്ന നയങ്ങളാണ് സ്വീകരിച്ചത്. ഹൈക്കോടതി ഒരു വിധി ഉണ്ടായി. ബാറുകളുടെ ഈ 2 സ്റ്റാർ ഇല്ലാത്ത ബാറുകളുടെ അതൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് ജനറൽ ശ്രീ ദണ്ഡപാണി വിലയ്ക്ക് വാങ്ങിയ വിധിയാണ് ഇതെന്ന് പറഞ്ഞു. ഒരു ദിവസം നോക്കുമ്പോൾ വളരെ അഭിവന്ദ്യരായ ചില ആളുകളെല്ലാം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒന്ന് ധർണ നടത്തിയ ഇത്രയൊക്കെ ചെയ്തിട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ശ്രീ ഉമ്മൻചാണ്ടി ഒരു ദിവസം എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് ഒരു പേനയും കടലാസും എടുത്തു. എന്നോട് പറഞ്ഞു എഴുതാൻ പറഞ്ഞു. പിറ്റേ ദിവസം UDF യോഗ എഴുതാൻ പറഞ്ഞു. കുറേ നേരം KC ജോസഫ് ഉണ്ടായിരുന്നു. അന്ന് മന്ത്രി KC ജോസഫും ഞാനും ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ KC ജോസഫ് എഴുന്നേറ്റ് പോയി ഇതേ എഴുതി. അപ്പോൾ അതിനകത്തൊരു കംപ്ലീറ്റ് ബാറുകൾ അടച്ചു കൂട്ടാൻ ഉള്ള തീരുമാനം അന്ന് UDF യോഗം ചേർന്നപ്പോൾ അദ്ദേഹം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഈ പേപ്പർ എടുത്ത് അങ്ങോട്ട് വായിച്ചു. ആർക്കും മിണ്ടാൻ പറ്റാതെയായി. അങ്ങനെ ബാറുകൾ പൂട്ടിയ പശ്ചാത്തലം അതാണ്. ആർക്കും പൂട്ടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഇതാരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. ഏതായാലും അന്ന് ഞങ്ങളെ എതിർത്ത ആളുകളാരും ഇപ്പം മിണ്ടുന്നില്ല. അന്ന് ഞങ്ങളുടെ മദ്യനയത്തെ എതിർത്ത അഭിവന്ദ്യരായ അത്യുന്നതരായ ആളുകൾ പലരും ഇപ്പം മിണ്ടുന്നില്ല. അന്ന് എല്ലാ ദിവസവും പ്രസ്താവന ഇറക്കുകയും ബിഷപ്പുമാരെയും ലഹരി വിരുദ്ധ പ്രവർത്തകരെയും എല്ലാം വിളിച്ച് ഞങ്ങൾക്കെതിരായി പ്രസ്താവന കൊടുപ്പിക്കുകയും സമരം ചെയ്യിച്ച ആളുകൾ ഇപ്പം മിണ്ടുന്നില്ല. അവർക്ക് ആർക്കും ഇപ്പോൾ ഒരു പരാതിയില്ല.
ഈ ഗവൺമെൻറ് ആണെങ്കിൽ ഓരോ ദിവസം ചെല്ലുന്നവരും എല്ലായിടത്തും മദ്യം കിട്ടത്തക്ക വിധത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുക. എന്ന് മാത്രമല്ല 2016 LDF ഗവൺമെൻറ് വരുമ്പോൾ ഈ ബാറുകളെല്ലാം തുറന്നു കൊടുക്കുന്നതിന് ന്യായം കണ്ടുപിടിച്ചു. ആ ന്യായം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ രാസലഹരി വ്യാപനം, മറ്റു ലഹരികൾ, മദ്യമില്ലാത്തതുകൊണ്ട് രാസലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ സ്ഥിതി? മദ്യം കേരളത്തിൽ മുഴുവൻ ഒഴുക്കുന്നു. അതോടൊപ്പം തന്നെ കേരളം രാസലഹരിയുടെ ഹബ്ബായി മാറിക്കഴിഞ്ഞു. നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്ന UP സ്കൂളിൽ പോലും രാസലഹരി ലഭ്യമാണ്. ഇന്ന് കേരളത്തിൽ ധാരാളം ക്രമസമാധാന പ്രശ്നങ്ങളും കൊലപാതകങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അപ്പോൾ ഒരു മറയായിരുന്നു ഈ ബാറുകൾ തുറന്നു കൊടുക്കുന്നതിനും. യഥാർത്ഥം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുകയല്ല, എത്ര കോടി രൂപയാണ് ബാറുകാരിൽ നിന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ പിരിച്ചെടുത്തതെന്നറിയാമോ? അന്ന് മുതൽ ഈ തെരഞ്ഞെടുപ്പ് വരെ എത്ര കോടി? അതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ കെ മാണിക്കെതിരെ ആണ് കോഴയാരോപണം വന്നത്. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ വിജിലൻസ് എൻക്വയറി വരുന്നു. ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല. അപ്പോൾ താങ്കളെയും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിഴലിൽ നിർത്തിക്കൊണ്ട് കെ മാണി ഒരുപാട് പരാമർശങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ച് എന്താണ്? വാസ്തവത്തിൽ ഈ അന്ന് പറയുന്നത് പോലെ ഒരു കോഴ ഇടപാട് വാസ്തവത്തിൽ കെ മാണിക്കെതിരെ തുടങ്ങിയതാണ്. അതാണ് പിന്നീട് രൂപപ്പെട്ട് താങ്കളിലേക്കൊക്കെ വന്നത്. അല്ല, അങ്ങനെ ഒരു ഇതും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതറിയോ? ഈ ആരോപണങ്ങളൊന്നും ഇപ്പം ഈ ഒരു മദ്യവ്യാപാരി എനിക്കെതിരായി നടത്തിയ ആരോപണത്തെക്കുറിച്ച് 2 തവണ വിജിലൻസ് എൻക്വയറി നടന്നു. 2 ഉദ്യോഗസ്ഥന്മാർ 10 കൊല്ലമായിട്ട് ഈ ഗവൺമെൻറ് ഭരിക്കുന്നുണ്ടല്ലോ. എനിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയല്ലോ. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അത് വെറുതെ നഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ ആ നഷ്ടബോധത്തിൽ നിന്നുണ്ടായ പ്രതികാരമാണ് യഥാർത്ഥം പറഞ്ഞാൽ. ഈ കെ മാണിയുടെ ആത്മകഥയിലെ ഒരു പരാമർശമാണിത്. ഈ ഗുണനിലവാരമില്ലാത്തതിൻ്റെ പേരിൽ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ച 418 ബാറുകൾക്ക്, ഈ ബാറുകളിലാണ് പ്രശ്നം, നിലവാരം മെച്ചപ്പെടുത്തിയാൽ വീണ്ടും പ്രവർത്തനാനുമതി നൽകാമെന്നൊരു ധാരണയുണ്ടായിരുന്നു. അതനുസരിച്ച് ഒട്ടധികം ബാർ ഉടമകൾ വലിയ തുക മുടക്കി ബാറിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിരുന്നു. ഇത് സംബന്ധിച്ച ഫയൽ ക്യാബിനറ്റ് യോഗത്തിൽ വകുപ്പ് മന്ത്രിയെ കെ ബാബു നേരിട്ട് കൊണ്ടുവന്നു. നിയമപരമായ പ്രശ്നങ്ങൾ കൂടിയുള്ളതുകൊണ്ട് നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ കൂടി ആ ഫയൽ കാണേണ്ടതായിരുന്നു. എന്നാൽ നിയമവകുപ്പിനെ മറികടന്ന് ഫയൽ ക്യാബിനറ്റിൽ കൊണ്ടുവരികയാണ് കെ ബാബു ചെയ്തത്. അതിൻ്റെ സാഹചര്യം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ എൻ്റെ പ്രഖ്യാപിത മദ്യവിരുദ്ധ നിലപാട് മൂലം ഞാൻ ലൈസൻസ് പുതുക്കലിനെ എതിർത്തേക്കുമെന്നവർ കരുതിയിരിക്കാം. ഏതായാലും നിയമവകുപ്പ് ഫയൽ കാണേണ്ടതുണ്ടെന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇത് വകുപ്പ് മന്ത്രി കെ ബാബുവിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അല്പം ക്ഷോഭിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ലൈസൻസ് വിവരം അന്വേഷിച്ചെത്തിയ ബാർ ഉടമകളോട് നിങ്ങൾ ആ ജുബാദ് ചേട്ടനോട് പോയി ചോദിക്ക് എന്ന് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. താരതമ്യേന ചെറുപ്പക്കാരനും ഭരണപരിചയം കുറവുള്ള ആളുമാണല്ലോ എന്ന് കരുതി ഞാനത് അവഗണിച്ച് കളഞ്ഞു. ഇത് മണി സാർ ഇപ്പം ജീവിച്ചിരിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇതല്ല സത്യം. തെരഞ്ഞെടുപ്പ് വരാൻ പോവായിരുന്നു. അപ്പോൾ ലൈസൻസുകൾ പുതുക്കി കൊടുക്കണം. അപ്പം ഞാൻ കൊണ്ടുചെന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസൻസുകൾ ഇപ്പോൾ പുതുക്കി കൊടുക്കാം. തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്നത് എനിക്ക് തോന്നുന്നു നല്ല തെരഞ്ഞെടുപ്പാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് നയം തീരുമാനിക്കാം. ആ നയത്തിന് വിധേയമായി ഈ ബാർ ലൈസൻസുകളുടെ പുതുക്കൽ പെർമനൻ്റായിട്ട് നടത്താം. ഈ 418 ഹോട്ടലിൻ്റെ കാര്യത്തിലല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോട്ടലുകളുടെ കാര്യത്തിലാണ്. അന്ന് അത് ക്യാബിനറ്റിലുണ്ടായത് ഇപ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാലും ഞാൻ പറയാം, ഇത്രയും പരാമർശിച്ചുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഫയല് നിയമമന്ത്രിയാണ്ട് ഒരു കാര്യമുള്ളതല്ല. ഞാനിത് ഇതിനു മുമ്പ് അങ്ങനെ കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പും ഞാൻ ക്യാബിനറ്റിൽ കൊണ്ട് ചെന്നു, ലൈസൻസ് പുതുക്കി കൊടുക്കണം, അത് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് നയം തീരുമാനിക്കാം, ആ നയത്തിന് വിധേയമായി എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു യാദർച്ഛ്യമായി ഇദ്ദേഹം പറയുകയാണ്, ഞാൻ നിയമമന്ത്രി, ഐ ആം ദ ലോ മിനിസ്റ്റർ, ഞാൻ ഈ ഫയൽ കണ്ടിട്ടില്ല, കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്ഷോഭിച്ചത്, എന്നാൽ മാണി സാറ് കണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് ഫയൽ കാണണമെന്ന് പറഞ്ഞല്ല അദ്ദേഹം, ഫയൽ അദ്ദേഹത്തിന് അയച്ചു. ക്യാബിനറ്റ് കഴിഞ്ഞ് വൈകുന്നേരം അദ്ദേഹം പറയാണ് എനിക്ക് കുഴപ്പമില്ലെന്ന്, ഇത് പുതുക്കി കൊടുക്കാൻ. അപ്പോൾ ആ ഫയൽ അദ്ദേഹം കണ്ടില്ല, അദ്ദേഹം ടൂറിലാണ്. അദ്ദേഹം എനിക്ക് കാണണം എന്ന് പറഞ്ഞ ഫയൽ അദ്ദേഹം കണ്ടിട്ടില്ല.
കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറയാണ് ഫയൽ ഞാൻ അയച്ചായിരുന്നു. അദ്ദേഹം പറയാണ് പുതുക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല. കാരണം ക്യാബിനറ്റിൽ വെച്ച് നിയമമന്ത്രി കണ്ടിട്ട് വീണ്ടും ഫയലിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഫയൽ നിയമമന്ത്രി കാണാതെ പുതുക്കി കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതാണ് ഉണ്ടായത്. എന്താ സംഭവിച്ചത്? സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുക നല്ലത്. കാരണം നമ്മൾ മരിച്ച ആളുകളെക്കുറിച്ചൊക്കെ കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് നല്ലതല്ല, നല്ലൊരു കീഴ്വഴക്കല്ലെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. ക്യാബിനറ്റിൽ വെച്ച് ഞാൻ കൊണ്ടുചെന്ന ഫയൽ അനിതസാധാരണമായ നിലയിൽ അദ്ദേഹം പറയാണ് ഞാൻ നിയമമന്ത്രിയാണ്, ഞാൻ കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹം ആവശ്യമില്ലാതെ ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങേറ്റം പോകാം, എന്നാൽ സാറ് കണ്ടോ, സാറ് കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അടുത്ത ക്യാബിനറ്റിലേക്ക് മാറ്റി വെച്ചു. അദ്ദേഹത്തിന് ഫയൽ അയച്ചു. അദ്ദേഹം ഓഫീസിലില്ല, അദ്ദേഹം യാത്ര പുറപ്പെട്ടു, എവിടേക്ക് കോട്ടയത്തേക്ക് മറ്റോ. അതിനിടയിൽ അദ്ദേഹം ഫോൺ വിളിച്ച് പറയാണ് പുതുക്കി കൊടുക്കാൻ എനിക്ക് തടസ്സമില്ല. ഇൻ ബിറ്റ്വീൻ എന്ത് നടന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതായാലും സംഭവിച്ചത് അതാണ്. ഞാൻ ശോഭിച്ചില്ലൊന്നുമില്ല. അദ്ദേഹത്തിനോട് ബഹുമാനം ഉണ്ടെങ്കിലും അദ്ദേഹം ആത്മകഥയിൽ പറഞ്ഞ കാര്യം സത്യവിരുദ്ധമാണ്. അപ്പോൾ ഈ അനിതരസാധാരണമായ വേഗം എന്ന് അങ്ങ് തന്നെ പറഞ്ഞ വാക്ക് അതിലെന്തോ സംഭവിക്കുന്നുണ്ട്. അതാണ് പിന്നീട് കറങ്ങി തിരിഞ്ഞ് കോഴയാരോപണമായി വരുന്നത്. നിങ്ങൾ കുറേ കൂടി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ വിവരം കിട്ടുമെന്ന് നോക്ക്. ഈ അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. താങ്കൾ ഭയപ്പെട്ട പോലെ സംഭവിച്ചു. എക്സൈസ് വകുപ്പ് വേണ്ടാന്ന് പറഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ഇമേജിൽ ഒരു കരിനിഴൽ വീണു. താങ്കൾ ഇവിടെ സംസാരിച്ച ആ പ്രസംഗത്തിൽ പറഞ്ഞു ചിലപ്പോൾ കരിനിഴൽ വീഴാം ഈ വകുപ്പെടുത്തു കഴിഞ്ഞാൽ. ആ ഭയപ്പെട്ടത് സംഭവിച്ചു. തീർച്ചയായിട്ടും. കാരണം ഒന്ന്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിക്ക് എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു സ്ഥിതിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ LDFൻ്റെ ഈ നയങ്ങളൊക്കെ വന്നപ്പോഴും ഗവൺമെൻറ്റിൽ അപശബ്ദം ഉണ്ടായില്ല. അതുപോലെ അവരുടെ മന്ത്രിമാരും അവരുടെ പാർട്ടിയുടെ ഘടകകക്ഷികളും എല്ലാവരും ഗവൺമെൻറ് നയത്തെ ഇപ്പോൾ എന്തെങ്കിലും വിമർശിച്ചോ? തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി ഗവൺമെൻറ്റിനെ പ്രതികൂട്ടിലാക്കുന്ന ഒരു നിലപാട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതിസന്ധി ഉണ്ടാവും. ഞാൻ തുടക്കത്തിൽ എനിക്ക് വകുപ്പ് വേണ്ടെന്ന് പറഞ്ഞതെന്ന് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വകുപ്പ് വേണ്ട, വകുപ്പ് എടുത്തോ എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞു. പകരം എനിക്ക് വകുപ്പ് വേറെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഫിഷറീസ് വകുപ്പും തുറമുഖ വകുപ്പും ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, അതുപോലെ ഈ എയർപോർട്ടൊക്കെ എൻ്റെ കയ്യിലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കതുകൊണ്ട് തൃപ്തിയാണ്, ഇത് എടുത്തോളാൻ പറഞ്ഞു. എടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതാണ് സത്യം. ഈ ബാർക്കോഴ കേസിൽ VM സുധീറിൻ്റെ നിലപാടുകളോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എനിക്ക് ഒട്ടും, അദ്ദേഹം എടുത്ത നിലപാട് ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, KPC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അന്നെടുത്ത നിലപാടിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങളുണ്ടാവും, പക്ഷേ അദ്ദേഹം ഗവൺമെൻറ്റിനെ ശരിക്കും തൊട്ടതിനും പിടിച്ചതിനും ആ ഗവൺമെൻറ് ശ്വാസം മുട്ടിക്കുകയായിരുന്നു. ഈ കാര്യത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും. അതുകൊണ്ട് ഇതിൽ കൂടുതൽ പറയുന്നില്ല. കാര്യം മുഖ്യമന്ത്രിയൊക്കെ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയും? ഞങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു KPCCയുടെ. ആ കമ്മിറ്റിയിൽ അദ്ദേഹം ഒഴിച്ച് എല്ലാവരും ലൈസൻസ് പുതുക്കി കൊടുക്കണമെന്ന് തീരുമാനമെടുത്താ. അപ്പം മുഖ്യമന്ത്രി ആ കമ്മിറ്റിയിൽ എല്ലാവരും 10-12 പേരുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ പൊതുവായിട്ട് എല്ലാവരും, മുതിർന്ന ആളുകളും പ്രായം കുറഞ്ഞവരും എല്ലാം, എല്ലാ ഭാരവാഹികളും പറഞ്ഞു ഇത് പുതുക്കി കൊടുക്കാൻ. അതിന് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം അതിനോട് വിയോജിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി എടുത്തൊരു പൊതു അഭിപ്രായത്തോടൊപ്പം അദ്ദേഹം നിന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞു ശരി മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു. യഥാർത്ഥം പറഞ്ഞാൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടി ഈ KPC പ്രസിഡൻ്റെ കൂടി യോജിപ്പോടുകൂടി തീരുമാനിക്കാൻ വേണ്ടി ഇത് മാറ്റി വെച്ചതാണ് യഥാർത്ഥത്തിൽ. പാർട്ടിയിലെ ബാക്കി എല്ലാവരും ഒറ്റക്കെട്ട്, ഒരാൾ മാത്രം പറഞ്ഞ് പറ്റില്ല എന്ന്. ഇതായിരുന്നു പൊതു നയം. 1991 തുടങ്ങി 2016 വരെ, 2011 വരെ കുഴപ്പമില്ലായിരുന്നു. ഈ എക്സൈസ് പദം ഏറ്റെടുത്തതിന് ശേഷം 2016 തോൽവിയിലേക്ക് പോകുന്നു. അല്ല, യഥാർത്ഥം പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഗവൺമെൻറ്
ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടന്നു ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. ഇന്നും ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറയുന്ന ഒരു കാര്യം എന്താ, വിഴിഞ്ഞമാണ്. ആ വിഴിഞ്ഞത്തിൻ്റെ വകുപ്പ് മന്ത്രി ഞാനായിരുന്നു. അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ വകുപ്പിൽ ഞാൻ മുൻകൈ എടുത്താണ് നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോടും പിന്തുണയോടും കൂടി, നേതൃത്വത്തോടും കൂടി. എനിക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ പറ്റിയില്ല, ആ ഗവൺമെൻറ്റിന് തന്നെ കിട്ടിയില്ല. പക്ഷെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്തു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയോ കാര്യങ്ങൾ ചെയ്തു, ഹാർബർ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു. പക്ഷേ ഈ ഒറ്റ പ്രശ്നത്തിൽ ഒരുപാട് ചീത്തപ്പേര് ഏറ്റെടുക്കേണ്ടി വന്നു. അത് ആണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചടി. വാസ്തവത്തിൽ ഈ ബാർ ഉടമകൾ അവരുടെ ശക്തിയെ താങ്കൾ അളന്നിട്ടുണ്ടാവും. അല്ല, അവർക്ക് ആരെയും സ്വാധീനിക്കാനുള്ള ശക്തിയുള്ളവരാണ്. ഞങ്ങളതിനെ ചെറുത്ത് നിൽക്കാൻ നോക്കി, അതാണ് സത്യം. പക്ഷേ ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഒരു പ്രായോഗിക നിലപാടായിരുന്നില്ല എന്നാണ് അന്നും എൻ്റെ അഭിപ്രായം. ബാറുകളെല്ലാം അടച്ചു പൂട്ടാൻ തീരുമാനിച്ചു ഞാനാണ് എഴുതുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അന്നും പറഞ്ഞു ഇത് വലിയ പ്രത്യാഘാതമായിരിക്കും എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഒക്കെ അദ്ദേഹം അതുപോലൊരു അവസ്ഥയിലായിപ്പോയി. കാരണം അത്രയേറെ ആരോപണങ്ങൾ, പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ എതിർപ്പ്, ഘടകകക്ഷികളുടെ എതിർപ്പ്, പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ്, ആത്മീയ നേതൃത്വത്തിൽ നിന്നുള്ള എതിർപ്പ്, അങ്ങനെ എല്ലാം കൂടി വന്നപ്പോഴേക്കും അദ്ദേഹം പൊറുതി മുട്ടി അറ്റകൈ പ്രയോഗിക്കുകയായിരുന്നു. സത്യത്തിൽ 2016 ആ തെരഞ്ഞെടുപ്പിന് എനിക്ക് എൻ്റെ പരാജയം ഇതുമായിട്ടുള്ള ഒരു വലിയ ബന്ധമൊന്നുമില്ല. 2016 തൃപ്പൂണിത്തുറയിലെ തോൽവി, ആദ്യത്തെ തോൽവി, അത് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്ന്, എൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ വൈകിച്ചു. അന്നത്തെ KPC പ്രസിഡന്റ് എനിക്ക് സീറ്റ് തരാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുത്തു. PM സുധീരൻ. അദ്ദേഹം ഒരാളെ വിളിച്ച് ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞു. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് അദ്ദേഹം KPC പ്രസിഡന്റ് വിളിപ്പിച്ചു, സ്ഥാനാർത്ഥിയാവാൻ പറഞ്ഞു. എനിക്ക് ഒരുപാട് കുടുംബ ബന്ധങ്ങളുള്ള ഒരു 80 തൊട്ട് എനിക്ക് അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്ഥാനാർത്ഥിയാകില്ല, ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ദേഷ്യപ്പെട്ടിട്ട് ഉടനെ തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ സെക്രട്ടറി VKN പണിക്കരോട് പറഞ്ഞു AB സാബുവിനെ വിളിക്കാൻ പറഞ്ഞു. AB സാബുവിനെ വിളിപ്പിച്ചു. ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥിയുടെ ബയോഡാറ്റ ഇവിടെ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോയത് എനിക്കെതിരായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം 15 ദിവസത്തോളം വെച്ച് താമസിപ്പിച്ചു. അപ്പോൾ മാധ്യമങ്ങളിലെല്ലാം ഇദ്ദേഹം പറയുന്നത് ഞാനെന്താ ടെയിൻറ്റഡ് ആയിട്ടുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചർച്ചയായിരുന്നു മാധ്യമങ്ങളിലെല്ലാം. ബിജു ഉൾപ്പെടെ എനിക്കെതിരായിട്ട് ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്. ബിജു ഉൾപ്പെടെ എനിക്കെതിരായി ഒരുപാട് കാര്യങ്ങൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ ചെയ്ത കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ബിജുവിൻ്റെ റിപ്പോർട്ടിൽ ഒരു ദിവസം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഇന്ന് കൊച്ചി നഗരത്തിൽ ഒരു അറസ്റ്റ് നടക്കും എന്ന് പറയുന്നൊരു വാർത്ത കൊടുത്തു. ശ്രീ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ DGP പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതുവരെ വാർത്ത വന്നു. പക്ഷേ ഏതായാലും അപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം 15 ദിവസത്തോളം വൈകിയതാണ് അതിൽ പ്രധാന ഒരു കാര്യം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അതിശക്തമായ നിലപാട് കൊണ്ടാണ് ഞാനിന്ന് സ്ഥാനാർത്ഥിയായത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് സീറ്റ് ഇല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാനില്ല എന്നൊരു നിലപാടെടുത്തു. ഇന്ത്യയിലൊരു നേതാവ് അതുപോലൊരു നിലപാടെടുക്കില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തു. അവസാനം എന്താ പറഞ്ഞാൽ എല്ലാം വലിയ ചർച്ചകളായി വഷളായ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത്. ഒന്ന്. രണ്ടാമത്, എനിക്ക് എപ്പോഴും ഈ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം കോൺഗ്രസിൻ്റെ ഒരു കോട്ടയല്ല. CPMന് അന്ന് ഇന്നും വളരെ ശക്തിയുള്ളൊരു നിയോജകമണ്ഡലമാണ്. അവർക്ക് എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേഡേഴ്സുള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഉള്ള സ്ഥലമാണ്, പ്രവർത്തകരുള്ള സ്ഥലമാണ്. അവിടെയാണ് ഞാൻ 6 തവണ മത്സരിച്ച് 6 തവണ ജയിച്ചത്. അതൊരു ഹെർക്കുലിയൻ ടാസ്ക്കായിരുന്നു യഥാർത്ഥത്തിൽ. പലരും വിചാരിക്കുന്ന പോലെ ഇതൊരു സ്ഥിരമായി ജയിക്കുന്ന ഒരു സീറ്റാണ് എന്നുള്ള തെറ്റാണ്. അല്ലെങ്കിൽ എനിക്ക് കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്നൊരു സീറ്റ് തളികയിൽ വെച്ച് തന്നതുമല്ല. 10-15,000 വോട്ടിന് തോക്കുന്നൊരു സീറ്റാണ് എനിക്ക്. അതാണ് ഞാൻ കഠിനാധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച സീറ്റാക്കി മാറ്റിയെടുത്തത്. അതാണ് ഈ മഹാന്മാരെല്ലാം കൂടി നശിപ്പിച്ചത്. പിന്നീട് അപ്പം ഞാൻ പറഞ്ഞു വന്ന്
എനിക്ക് കുറച്ച് മറ്റ് ചില ഘടകങ്ങൾ കൂടി എൻ്റെ തിരഞ്ഞെടുപ്പിൽ സഹായകരമായി വരാറുമുണ്ട്. പക്ഷേ ആ 2016 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി SNDPയുടെ ഒരു പാർട്ടി ഉണ്ടാകുന്നത്, BDJS. അവരും BJPയും തമ്മിൽ ഐക്യമായി. അപ്പോൾ BDJSകാർക്ക് ഒരഭിമാന പ്രശ്നമായി BJP സ്ഥാനാർത്ഥി ജയിക്കേണ്ടത് എന്ന് മാത്രമല്ല, BJPക്കാർ SNDP യോഗത്തിൻ്റെ ആളുകളെയൊക്കെ വിളിച്ച് അവരുടെ സ്ഥലത്ത് അവർ വർക്ക് ചെയ്യില്ല, BDJS മത്സരിക്കുന്നവർക്ക് ഇവിടെ അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്നുവരെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ച പിന്തുണ കിട്ടിയില്ല. യഥാർത്ഥം പറഞ്ഞാൽ ആ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ജയിച്ചേനെ, അത് ഇല്ലാതെ പോയി. മൂന്നാമതൊരു കാര്യം, ഇവിടെ 83 ബൂത്തിൽ CPMകാരേക്കാൾ വാശിയിൽ ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ചു. ജയിപ്പിക്കാൻ വേണ്ടി അവർ പ്രവർത്തിച്ചിരുന്ന കാലത്തേക്കാൾ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തനമായിരുന്നു അതിശക്തമായിട്ട്. പലയിടത്തും യോഗങ്ങൾ ചേർന്നു, ബോർഡുകൾ വെച്ചു, പ്രകടനം നടത്തി. ആരാണ് അതിന് പിന്നിൽ? ഒരു ലീഡർഷിപ്പിൻ്റെ പിന്തുണയില്ലാതെ നടക്കില്ല. ഞാൻ ആരും പിൻ പോയിന്റ് ചെയ്യുന്നത് പറയുന്നില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ അതിശക്തമായി എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചു. അവർ ബോർഡുകൾ വെച്ചു, ജാഥ നടത്തി, അവർ വീടുകളിൽ കയറി പറഞ്ഞു. വൈറ്റില അനുഗ്രഹ ഹോട്ടലിൽ അവർ കൺവെൻഷൻ നടത്തി, അരൂരൊരു കൺവെൻഷൻ സെൻ്ററിൽ അവർ യോഗം ചേർന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് ധരിച്ചിരുന്നു. കാരണം എനിക്ക് ഈ BDJS ഇമ്പാക്റ്റ് ഇത്രയും വരുമെന്ന് ധരിച്ചില്ല. ഇത്ര എല്ലാ കോലാഹലം ഉണ്ടായിട്ടും 4400 വോട്ടിനാണ് ഞാൻ തോറ്റത്. ബാക്കിയുള്ളിടത്തൊക്കെ അന്നത്തെ തോൽവി 20,000-ന് മുകളിലൊക്കെയാണ് പലയിടത്തും തോറ്റത്. അപ്പോൾ എന്നെ തോൽപ്പിച്ചു എന്നുള്ളത് സാങ്കേതികമായി ശരിയാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളത് ആഗ്രഹിച്ചതുമല്ല, ഞാനത് പ്രതീക്ഷിച്ചതുമല്ല. 2016 തോൽവി പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നു. ആ തോൽവി താങ്കൾക്കൊരു ആഘാതമായി. അതിനുശേഷം അല്പം ഒന്ന് ഉൾവലിഞ്ഞു. ഞാൻ പലതവണ വണ്ടി ഓടിച്ചു വരുമ്പോൾ രാവിലെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു കെ ബാബുവിനെ തൃപ്പൂണിത്തുറക്കാർ കണ്ടിട്ടില്ല. അല്ല, ഞാൻ തോറ്റിട്ട് എനിക്കതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം തോൽവി സ്വാഭാവികമാണ്. പക്ഷേ എത്രയോ ഉന്നതന്മാരായ ആളുകൾ തോറ്റു. ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തോറ്റിട്ടുണ്ട്. അതല്ല പ്രശ്നം. VS അച്യുതാനന്ദൻ കേരളത്തിൽ തോറ്റിട്ടുണ്ട്. ഒരു ചതിയിലൂടെ തോറ്റു എന്നുള്ളതാണ് എനിക്കുണ്ടായ വിഷമം. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ പല പരിപാടികളിലും ചെന്നിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം മാത്രമേ വീട്ടിലിരുന്നുള്ളൂ. പിറ്റേ ദിവസം തൊട്ട് ഞാൻ പരിപാടികൾക്കും പുറത്തേക്കും പോയി. പലരും സ്റ്റേജിലും ചെന്ന് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ എന്നെ തോൽപ്പിക്കാൻ നേതൃത്വം കൊടുത്തവർ നിരനിരയായിട്ട് നേതാക്കന്മാരായിട്ട് ഇരിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇവിടെ തിരിച്ചു പിടിക്കണം എന്ന് തീരുമാനിച്ചു. ഞാൻ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി MLA അല്ലെങ്കിൽ MLA പോലെ തന്നെ പ്രവർത്തിച്ചു. 2021 എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പറഞ്ഞു. എന്നോട് ഉമ്മൻചാണ്ടി തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ തർക്കം മൂത്തു. ഉമ്മൻചാണ്ടി വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്ത് തർക്കം മൂത്തു. ആ ഘട്ടത്തിൽ ശ്രീമതി സോണിയാഗാന്ധി മൻമോഹൻ സിംഗിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാളോട് ഇവിടെ പോയൊരു അന്വേഷണം നടത്താൻ പറഞ്ഞു ഫീൽഡിൽ. അപ്പോൾ ആ ആൾ റിപ്പോർട്ട് കൊടുത്തു, ഞാനാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. അങ്ങനെയും കൂടിയാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം എൻ്റെ ഉറപ്പിച്ചത് എന്ന് ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2021 ഈ സ്ഥാനാർത്ഥിത്വം കിട്ടുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണിത്. 2016 തോൽവിക്ക് ശേഷം. അതെ. അതിനുശേഷം 2021 ആ സീറ്റ് കിട്ടുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കെ ബാബു എന്ന ആൾ അസ്തമിച്ചു പോയിരുന്നു. ആ സമയത്ത് ഉമ്മൻചാണ്ടിയാണ് കൈപിടിച്ചത്. അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എൻ്റെ രാഷ്ട്രീയമായ ഇന്നത്തെ നിലയിൽ എത്തിച്ചേരുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള ആളുകളിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞത് CAC ജോർജ് ആയിരുന്നു. പിന്നീട് CAK ആന്റണി, ഉമ്മൻചാണ്ടി, ശ്രീ വയലാർ രവി, അങ്ങനെയുള്ള ആളുകളാണ്. റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചു. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് വിജിലൻസ് ഡയറക്ടറുടെ ഒരു വൈരാഗ്യം ആയിരുന്നു. അന്ന് എന്താ സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ആ റെയ്ഡ്? എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരിവിടെ വന്നു, ഒരു സെർച്ച് വാറണ്ട് തന്നു. ഞാൻ പറഞ്ഞു ശരി,
പരിശോധിച്ചോളാൻ പറഞ്ഞു. അന്ന് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം അന്ന് കൊടുത്തത് വലിയ ഭീകരമായ അഴിമതി എന്നാണ്, 100 കോടി രൂപയുടെ അഴിമതി എന്നാണ്. അപ്പോൾ അതെവിടെ നിൽക്കണമെന്ന് അറിയാമോ? ഈ 25 ലക്ഷം രൂപ ഞാൻ അധികം ചിലവാക്കി എന്നുള്ളതാണ്. എനിക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടെന്നോ, എൻ്റെ അക്കൗണ്ടിലേക്ക് വേറെ കണക്കില്ലാത്ത പണം വന്നെന്നോ, ഞാൻ പ്രോപ്പർട്ടി വാങ്ങിയെന്നോ, കെട്ടിടം വെച്ചു എന്നൊന്നുമല്ല, ഞാൻ അധികം ചിലവാക്കിയെന്നാണ്. അന്ന് ആ വിജിലൻസ് ഡയറക്ടർ നേരിട്ട് മോണിറ്റർ ചെയ്ത് ബിജുവിനറിയാം. അദ്ദേഹത്തിൻ്റെ വൈരാഗ്യമാണായിരുന്നു. അദ്ദേഹം പോർട്ട് ഡയറക്ടറായിരുന്നു. ആ സമയത്തുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ കാരണം. ഈ റെയ്ഡിന് ശേഷം താങ്കളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ആ റെയ്ഡിന് ശേഷം ഞാനൊരു അഴിമതിക്കാരനാണെന്നുള്ള നിലയിൽ ആളുകളെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരാളായിട്ട് ആളുകൾ ധരിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ആയിരുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അതിൻ്റെ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയുടെ മുമ്പിലാണ്, സ്റ്റേയിലാണ്. പക്ഷെ എന്നാലും അത് ഡിസ്പോസ് ചെയ്തില്ല ആ കേസ്. പക്ഷേ ഞാൻ നമുക്കിപ്പോൾ ഒരു അഴിമതി, അതും 100 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് നിങ്ങളിലെല്ലാം മാധ്യമങ്ങളിലെല്ലാം ഈ മഹാൻ പറഞ്ഞ് ഉണ്ടാക്കിയത്. 100 കോടി രൂപയുടെ അഴിമതി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? റെയ്ഡിന് ശേഷം കുറച്ച് ഉൾവലിഞ്ഞു താങ്കൾ. ഉൾവലിയാന്ന് പറഞ്ഞാൽ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ശ്രീ ഉമ്മൻചാണ്ടിയാണ് എനിക്ക് ആ ഘട്ടത്തിലൊക്കെ വന്ന്, റെയ്ഡ് നടന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ഉമ്മൻചാണ്ടിയും ശ്രീ കെ സി ജോസഫും കൂടി തിരുവനന്തപുരത്ത് ഇവിടെ വന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. അതെനിക്ക് വലിയൊരു പിൻബലമായിരുന്നു. പിന്നീട് ഞാൻ പലപ്പോഴും എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അതുവരെ എന്നെ ആളുകൾ കണ്ട പോലെ അല്ലല്ലോ. അല്ല, ഞാനൊരു വലിയ അഴിമതിക്കാരനായിട്ടല്ലേ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. കുറച്ചു കാലം ഒരു വിഡ്രോവൽ മാറി നിൽക്കുകയൊക്കെ ചെയ്തു. വിഡ്രോവൽ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു വിഷാദ ഛായയിലേക്ക് പോയി. വിഷാദമൊന്നുമല്ല, വിഷാദ പ്രശ്നങ്ങളോ അല്ല. എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനെ എങ്ങനെ മറികടന്നു വ്യക്തിപരമായി? അല്ല, ഞാൻ നോക്കിയപ്പോൾ ഞാൻ പൊളിഞ്ഞാലും ഞാൻ മോശക്കാരനായിട്ടല്ലേ വലിയണേ. അതുകൊണ്ട് അതിനെ ഫേസ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞു. എൻ്റെ ഭാര്യ തന്നെ അതിനകത്ത് വളരെ ബോൾഡായിരുന്നു. കാരണം ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്. ഞങ്ങൾ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു ആഡംബര ജീവിതം നയിക്കുന്നവരല്ല. എൻ്റെ ആഡംബരം എന്ന് പറഞ്ഞാൽ ഈ കാറ് മാത്രമാണ്. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഈ പഴയ പോലെ ഇപ്പോൾ ബസ്സിൽ കയറി എല്ലായിടത്തും എത്താൻ പറ്റുമോ? എൻ്റെ ആഡംബരം എന്ന് പറഞ്ഞാൽ ഈ കാറ് മാത്രമാണ്. ഞാൻ വേറെ വിദേശത്ത് പോയി സുഖവാസത്തിന് പോവുകയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ സുഖവാസ കേന്ദ്രങ്ങളിൽ പോവുകയോ ഞാൻ ആകെ വിദേശിയായ ഞാനിപ്പോൾ 60ാമത്തെ കൊല്ലമാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്, കേസ് തൊട്ട്. ഞാൻ ആകെ ദുബായിൽ പോയിക്കണേ 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം കുവൈറ്റിലും പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യം സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്. ഈ 60 കൊല്ലത്തിനിടെ ഞാൻ പോയിട്ടില്ല എങ്ങും. എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്, ഞാൻ പോകാറില്ല. എനിക്കെപ്പോഴും ഇവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ വലുതുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജീവിക്കുന്നതിലായിരുന്നു എൻ്റെ സന്തോഷം. ഞങ്ങളിവിടെ വലിയ ആഡംബര ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ശീലിച്ചിട്ടുള്ള ആളുകളല്ല. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്ന 25 ലക്ഷം രൂപയുടെ വരവിൽ കുറഞ്ഞ സ്വത്താണ്. വാസ്തവത്തിൽ കെ ബാബു രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം എത്ര സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനെ സ്വത്തൊന്നും സമ്പാദിച്ചിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണത്തിൽ കണ്ടു. ഈ കേരളത്തിലെ മുഴുവൻ രജിസ്റ്റർ ഓഫീസുകളിലും പരിശോധിച്ചല്ലോ. എൻ്റെ ബന്ധുക്കളുടെയും എന്തിനേറെ എൻ്റെ ഇളയ മകളുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് മുമ്പ് ഒരു സ്ഥലം തേനിയിൽ വാങ്ങി. ആ സ്ഥലം എൻ്റെ മകളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ വിറ്റു. ഇത് എനിക്ക് തേനിയിൽ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ആരോപണമായിട്ട് വന്നു. ആ സമയത്ത് ഞാനത് മാധ്യമങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ആധാരത്തിൻ്റെ കോപ്പി കൊണ്ടുവന്ന് വളരെ അലക്ഷ്യമായി മേശപ്പുറത്ത് വെച്ചിരുന്നു. അതുപോലെ വിജിലൻസുകാർ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് മാധ്യമങ്ങളിലെല്ലാം കൊടുത്തു എനിക്ക് തേനിയിൽ സ്ഥലമുണ്ട്. ഇവിടുത്തെ ചില ചാനലുകാരെ തേനിയിൽ പോയി അന്വേഷിച്ചു. അറിയാമോ? അറിയാം. തേനിയിൽ പോയി അന്വേഷിച്ചു എൻ്റെ സ്ഥലം കണ്ടുപിടിക്കാൻ. ഇപ്പോഴും ഇതുവരെ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എനിക്കങ്ങനെ ഒരു സ്വത്തൊന്നുമില്ല.
പിന്നെ എനിക്ക് ഈ വീട് വയ്ക്കുമ്പോൾ ലോൺ എടുത്താൽ വീട് വെച്ചത്. ഈ സ്ഥലം വാങ്ങുമ്പോൾ ഉള്ളൊരു കാര്യമുള്ളത്, എൻ്റെ വൈഫ് ഹൗസ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ലോ അഡ്വക്കേറ്റായിരുന്നു, മന്ത്രിയായിരുന്നു, പല പ്രാവശ്യം MLA ആയിരുന്നു. എൻ്റെ മദർ ലോ കേരളവർമ്മ കോളേജിലെ പ്രൊഫസറായിരുന്നു. തൃശ്ശൂർ ടൗണിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ആൾ അദ്ദേഹമായിരുന്നിരിക്കും. അദ്ദേഹത്തിന് 8-10 വീടുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട സമ്പന്ന കുടുംബ പശ്ചാത്തലത്തിലാണ് എൻ്റെ ഭാര്യ ജനിച്ചു വളർന്നത്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് മക്കളുടെ വിവാഹമായാലും കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും ഞാനതൊന്നും സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവരുടെ കാര്യത്തിലൊക്കെ ഏറ്റവും കൂടുതൽ മദറിലോണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. മദറിലൊക്കെ കിട്ടിയിരുന്ന പെൻഷൻ മിക്കവാറും ഫാദറിലോടെ പെൻഷനും മദറിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നു, MLA എന്നുള്ള നിലയിലുള്ള. അതെല്ലാം മിക്കവാറും എൻ്റെ വൈഫിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. ഞാനിങ്ങനെ രാവിലെ ഇറങ്ങി പോകും, തിരിച്ച് പാതിരയാകുമ്പോൾ വരും. ഒരു ഗസ്റ്റായിരുന്നു, മക്കളുടെ കല്യാണത്തിന് പോലും ആ കല്യാണ ദിവസത്തെ ഞാൻ വന്നിട്ടുണ്ടായിട്ടുള്ളൂ. എൻ്റെ വൈഫ് ഇപ്പോഴും എന്നോട് അന്നും എന്നോട് പറയണമെന്ന് പറയാം, ആ ഗസ്റ്റ് വന്നല്ലോ എന്ന് കളിയാക്കി പറഞ്ഞു. അങ്ങനെയായിരുന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകളുടെ കല്യാണത്തിൻ്റെ ആൽബം വരെ നോക്കി, അതിൽ ഇട്ടേക്കണ ആഭരണം അദ്ദേഹം മോൺട്രിയല്ലേ ഇരുന്ന് അന്വേഷണം നേരിട്ട് മോൺട്രിയല്ലേ. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിയല്ലേ നടന്നത്. അദ്ദേഹം ഇപ്പോൾ ആരോപണത്തിൽ വിധേയമായി പെൻഷൻ വാങ്ങിയിട്ടില്ല ഈ സത്യസന്ധൻ. 25 ലക്ഷം രൂപയുടെ അനധികൃത സമ്പാദ്യം എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ കേസ് ഹൈക്കോടതിയിലായിരിക്കുകയാണ്. അത് എൻഫോഴ്സ്മെൻറ്റ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കാരണം യഥാർത്ഥം പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് ഇത്തരം ചെറിയ തുകയുള്ള കേസ് എടുക്കാറില്ല. അവർ വലിയ കോടികളുടെ കേസുകളെ എടുക്കാറുള്ളൂ. പക്ഷെ അവർ എടുത്തതിൻ്റെ കാരണം ഈ 100 കോടി രൂപയുടെ വിജിലൻസിൻ്റെ ആരോപണം വന്നപ്പോഴാണ്. അതെ, ഇവർ ആദ്യത്തെ അവരുടെ മറ്റേ FIR 100 കോടി രൂപയാണ് പറഞ്ഞേക്കണേ. മോട്ടർ വിജിലൻസ് കോടതിയിൽ കൊടുത്ത അവർ കൊടുത്ത ഇതിനകത്ത് റെയ്ഡ് വേണമെന്ന് ആവശ്യപ്പെട്ട കത്തിൽ കൊടുത്തിട്ടുള്ളതും 100 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, വിഴിഞ്ഞം അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ബാർക്കോഴ സോളാർ കേസിലെ ആരോപണങ്ങൾ വലിയ തോതിൽ ബാധിച്ചു. ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളെന്നുള്ള നിലയിൽ ഈ ആരോപണങ്ങളെ എങ്ങനെ കാണുന്നു? ഇത് വളരെ അടിസ്ഥാനരഹിതമായി മനഃപൂർവ്വമായി കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്, ഒരു സംശയവുമില്ല. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പല അന്വേഷണങ്ങളും നടന്നല്ലോ. എവിടെ ഈ അന്വേഷണങ്ങൾ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്താ, അവിടെ കൊട്ടാരക്കര കോടതിയിൽ നടക്കുന്ന കേസെന്താ? മറ്റേ കമ്മീഷൻ്റെ മുമ്പിൽ ഈ സ്ത്രീ കൊടുത്ത കത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് 21 പേജ്. അവിടുത്തെ ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരിക്കണം, കോടതി കൊടുത്തേക്കണ മൊഴി എന്താ? അന്ന് ജയിലിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവന്ന കോടതിയിൽ ജയിലിൽ കൊടുത്ത കത്ത് 16 പേജിൻ്റെ ആയിരുന്നു. വിശ്വനാഥക്കുറുപ്പ് എന്ന് പറഞ്ഞ ജയിൽ സൂപ്രണ്ടാണ് അന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹം കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. അത് കൃത്രിമമായിട്ട് ശിവരാജൻ കമ്മീഷന് മുമ്പിൽ ഉണ്ടാക്കി 6 പേജും കൂടി കൂട്ടിച്ചേർത്ത് 5 പേജ് കൂട്ടിച്ചേർത്ത് കൊടുത്താണെന്നല്ലേ പറഞ്ഞേ. അത് CBI അന്വേഷണം നടന്നില്ലേ? അദ്ദേഹത്തിന് വെറുതെ വിട്ടില്ലേ? അല്ല, ഞാൻ പറയുന്നത് ആ നിരപരാധിയായ മനുഷ്യനെ എത്രത്തോളം ക്രൂശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാലും അദ്ദേഹം വലിയ ദൈവവിശ്വാസിയാണ്. അദ്ദേഹത്തിന് ആ വിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, അദ്ദേഹം ഇത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഉള്ളതായിരുന്നു ആ വ്യക്തി ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഈശ്വരവിശ്വാസത്തോടെയുള്ളതാണ്. എന്നും പ്രാർത്ഥന അദ്ദേഹം മുടക്കാറില്ല. ഇപ്പോൾ ഈ നൊയമ്പ് കാലമുണ്ട്, നൊയമ്പ് കാലത്ത് അദ്ദേഹം പാലൊഴിച്ച ചായ പോലും കുടിക്കില്ല. അത്രയും മറ്റാരും അങ്ങനെ ചെയ്യില്ല. പാലൊഴിച്ച ചായ പോലും അദ്ദേഹം കുടിക്കില്ലായിരുന്നു നൊയമ്പ് കാലത്ത്. അത്രയും കൃത്യമായി ആചാരങ്ങളൊക്കെ പാലിച്ചു ജീവിച്ച ഒരാളാണ് അദ്ദേഹം. നിരപരാധിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ചിട്ടുള്ളതുപോലെ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് അക്ഷരം പ്രതി ശരിയാണ്. ഇപ്പോൾ 2026 തിരഞ്ഞെടുപ്പ്, ഈ തിരഞ്ഞെടുപ്പിൽ
ശരിക്കും താങ്കൾ നിന്നാൽ ജയിക്കുമായിരുന്നു. കാരണം ഇവിടെ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികളൊക്കെ വന്ന്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത്? റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല. ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഡിസ്കിനൊരു സർജറി ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് ഗ്യാസ്ട്രോമായി പ്രോബ്ലംസ് ചിലതൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഞാൻ ശീലിച്ച പോലെ തൃപ്തികരമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയും മത്സരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ സ്വയം തീരുമാനിക്കുന്നു. എന്നോട് ഒരുപാട് കമ്പൽഷൻ എൻ്റെ അടുത്ത് പാർട്ടി നേതൃത്വത്തിൽ നിന്നുണ്ടായിരുന്നു. 2016-ലും 2021-ലും എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ എതിർപ്പുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ എന്നോട് മത്സരിക്കാൻ ഇങ്ങോട്ട് എല്ലാ നേതാക്കന്മാരും ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. സഹപ്രവർത്തകരും പറഞ്ഞു മത്സരിക്കണം, ഒരു തവണ കൂടി മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇല്ലെന്നുള്ളൊരു നിലപാടെടുക്കുകയും ചെയ്തു. ദീപക് ജോയിയെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ പേര് ശുപാർശ ചെയ്തത് താങ്കളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല, അതിനകത്തൊരു കാര്യമുള്ളത്, ഞാൻ പിന്മാറുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എൻ്റെ മനസ്സിലില്ല. ദീപക് ജോയി ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ എം ലിജുവിനോട് ഇവിടെ മത്സരിക്കാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് മറ്റ് ചില സുഹൃത്തുക്കൾ എന്നോട് വന്നപ്പോഴും എനിക്ക് വിരോധമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. എം ലിജു നല്ല ഇവിടെ മത്സരിക്കാൻ പറ്റിയ ആളായിരുന്നു. പക്ഷേ എം ലിജുവിനോട് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ലിജു പറഞ്ഞത്, ഞാൻ അമ്പലപ്പുഴയാണ് 2 തവണ തോറ്റത്, അവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയും. അവസാനം അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്താങ്ങാൻ UDF തീരുമാനിച്ചപ്പോൾ ലിജുവിന് വേണ്ടി 1-2 പേര് എന്നോട് വിളിച്ചു. അപ്പോഴേക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റു പല ഘടകങ്ങളും, തുടക്കത്തിലില്ലാതിരുന്ന പല ഘടകങ്ങളും കയറി വന്നു. ആ സമയത്ത് എനിക്ക് ലിജുവിൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥിതിയാണ്. അതെന്തോന്ന് ഞാനിപ്പോൾ പറയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് 19-ാം തീയതി രാത്രിയാണ്. 17-ാം തീയതി ഒക്കെ ആണെന്ന് എൻ്റെ ഓർമ്മ. എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയില്ല. എന്നോട് പേര് ചോദിച്ചാൽ ദീപകിൻ്റെ പേരാ പറയുമോ. അതേ സമയത്ത് ഞാൻ മറ്റാരുടെ പേര് വന്നാലും ഒരു അവസരവും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞിരുന്നു. ആരെ വേണമെങ്കിലും തീരുമാനിക്കാം. ദീപക് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ കണ്ടെത്തിയ സ്ഥാനാർത്ഥിയാണ് അതോ ആരെങ്കിലും? അല്ല, ദീപക് എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാവുന്ന, താങ്കളുടെ സ്വന്തം തീരുമാനം? എൻ്റെ സ്വന്തം തീരുമാനം അല്ല. അത് മാത്രമല്ല, എന്നോട് ചില നേതാക്കന്മാർ ഇങ്ങോട്ട്, ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഈ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേര് വെളിപ്പെടുത്തില്ല. ചില നേതാക്കന്മാർ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് ഈ പേര് പറയുന്നതിന് മുമ്പ്, ഈ പേരിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ ദീപകിൻ്റെ പേര് പറയാം. ശുപാർശയാണ് ഇതിന് കാരണം. അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില പ്രത്യേക ലാസ്റ്റ് വന്നപ്പോൾ ഉണ്ടായ ചില പ്രത്യേക ഘടകങ്ങൾ എല്ലാം കൂടി ആണ് ഇതിലേക്ക് എത്തിച്ചേർന്നത്. പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ മുൻപെങ്ങ് കാണാത്ത തരത്തിൽ യുവ നേതാക്കൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പാലക്കാട്, എന്തുകൊണ്ട് ഈ രാഹുലിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു MLA എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് നേതൃത്വം കാണുന്നു, പാലക്കാട് നല്ല മാർജിനിൽ ജയിക്കുന്നു, പിന്നീട് വഴിതിരിഞ്ഞു പോകുന്നു. അല്ല, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അതൊരു പാഠമാണ്. പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ഉണ്ടാവും, പല സാഹചര്യങ്ങളും നമ്മൾ ചെന്നുപെടും. അതിൽ നിന്നെല്ലാം മുക്തനായി നിൽക്കാൻ നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾ ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ളൊരു മുന്നറിയിപ്പാണത്. രാഹുൽ ഒരുപാട് ഭാവി ഉണ്ടായിരുന്നൊരു ചെറുപ്പക്കാരനാണ്. ഇപ്പോഴും അത്ഭുതകരമായ ഒരു കാര്യം പറയാം, ഇപ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെ രാഹുലിന് അനുകൂലമായിട്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാൻ സ്ഥാനാർത്ഥിത്വം വേണ്ടെന്ന് വെച്ച് പ്രഖ്യാപിച്ചല്ലോ. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആയിരക്കണക്കിന് ആളുകൾ ആ നിമിഷത്തിനുള്ളിൽ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു. എന്നെയല്ല, രാഹുലിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടു. രാഹുൽ
വളരെ വളരെ കൂടുതൽ ഭാവി ഉണ്ടായിരുന്നതും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. അങ്ങേയറ്റം ദുഃഖകരമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, പുതിയ മന്ത്രിസഭ അധികാരം വെക്കുന്നു, മത്സര രാഷ്ട്രീയത്തിൽ നിന്നങ്ങ് മാറുന്നു. ഇനി എന്താണ് കെ ബാബുവിൻ്റെ ഒരു ജീവിതം? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോൾ MLA ആവുമെന്നോ മന്ത്രിയാവുമെന്നോ കരുതി ആരംഭിച്ച ആളല്ല. എന്നോടൊപ്പം രാഷ്ട്രീയത്തിൽ ഉണ്ടായ ആളുകളും അല്ലെങ്കിൽ എന്നേക്കാൾ മുൻപിൽ നിന്ന പലരും ഇന്ന് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ഓട്ടമാണ്, ഓട്ട മത്സരമാണ്. അതിനകത്ത് ഒരുപാട് പേര് ഇടയ്ക്ക് വെടിച്ച് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അത്തരം ഒരു കൊഴിച്ചിൽ തന്നെയാണ് എനിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കതിനെക്കുറിച്ച് ഒട്ടും ആശങ്കയില്ല. എന്തെങ്കിലും സ്ഥാനം വേറെ കിട്ടണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടുള്ള ബാർഗെയിനിങ് ഒന്നും ഞാൻ നടത്തുകയില്ല. ഞാൻ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി, പാർട്ടി അനുഭാവിയായി പാർട്ടിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കവിഞ്ഞ് വേറെ ഒരാഗ്രഹങ്ങളും എനിക്കില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു.